അവളുടെ സുന്ദരമായ മുടി ആകെ അലങ്കോലമായിരുന്നു. അവൾ അവർക്ക് മുന്നിൽ തളർന്നു നിന്നു. ഗാഥ കിതച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന പുരുഷന്മാരെ നോക്കി. തന്റെ മുന്നിൽ ഒരുപാട് ആളുകളുണ്ടെന്ന് അവൾ കണ്ടു. അവൾ വല്ലാതെ തളർന്നിരുന്നു. ഒരുപാട് സമയമായി അവൾ ആ മതിൽക്കെട്ടിനകത്ത് അവിടെയുള്ള ഗുണ്ടകളെ പോലുള്ള ആളുകളുമായി മല്ലിടാൻ തുടങ്ങിയിട്ട്. ആദ്യം അവളുടെ പിറകെ വന്ന ആളുകൾ അവളെ ആ ഗേറ്റ് വരെ ഓടിച്ചു. മുന്നോട്ട് വഴിയില്ലാതെ പകച്ചു നിന്ന അവളെ പിടിക്കാൻ ചെന്നപ്പോൾ അവൾ വീണ്ടും ആ കോമ്പൗണ്ടിനകത്തുകൂടെ ഓടാൻ തുടങ്ങി. ഇതിനിടയിൽ ഒരാൾ കുറുകെ വന്നപ്പോൾ അവൾ അയാളെ ഉയർന്നു പൊങ്ങി കാല് വീശി അടിച്ചു. അയാൾക്കൊപ്പം അവളും താഴെ വീണെങ്കിലും ഗാഥ പെൺപുലിയെ പോലെ ശൗര്യത്തോടെ ഞൊടിയിടയിൽ എഴുന്നേറ്റ് അവരെ പ്രതിരോധിക്കാൻ തയ്യാറായി. അവളുടെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് അവർ ഒന്ന് പകച്ചെങ്കിലും അവളെ പിടിക്കാനായി അവർ വീണ്ടും വന്നു. രണ്ടാമൻ അവളുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും അവൾ കൈ നീട്ടി മുഷ്ടി ചുരുട്ടി അയാളുടെ താടിയിൽ ഇടിച്ചു. അതിന്റെ ശക്തിയിൽ അയാൾ പിന്നിലേക്ക് വേച്ചുപോയി. അയാൾ അത്യാവശ്യം തടിമുടിക്കുള്ള ആളായതുകൊണ്ട് താഴെ വീണില്ല. എന്നാലും താടി ശക്തമായി വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ആദ്യം താഴെ വീണയാൾ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. അവൾ അയാളെ നേരിടാതെ ആ ഗേറ്റിന് നേരെ ഓടി അത് തുറക്കാൻ ശ്രമിച്ചപ്പോൾ അവൾക്ക് അതിന് കഴിഞ്ഞില്ല. അപ്പോഴേക്കും അവർ അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ മാർഗമില്ലാതെ അവൾ അവളുടെ മാസ്റ്റർ പീസ് കിക്ക് കൊടുത്തു. രണ്ടാൾക്കും വെട്ടിയിട്ട വാഴത്തടി പോലെ അവർ അവിടെ വീണു. അപ്പോഴേക്കും അവരുടെ ശബ്ദം കേട്ട് ആ കെട്ടിടത്തിൽ നിന്നും 2-3 പേർ വീണ്ടും വന്നിരുന്നു. അവൾ അവരെയും അവൾക്കാവും വിധം പ്രതിരോധിച്ചു. അവരാരും അവളെ ഉപദ്രവിക്കാൻ നോക്കിയിരുന്നില്ല. പകരം അവളെ പിടിക്കാനേ നോക്കിയുള്ളൂ. അതിനാൽ തന്നെ അവൾ അത് മനസ്സിലാക്കി. പരമാവധി അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുകയും അവരെ അടിച്ചും ഇടിച്ചും പ്രതിരോധിക്കുകയും ചെയ്തു. അതിനിടയിൽ ആരോ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടതോടെ അവൾ ആ ഗേറ്റിന് മുകളിലേക്ക് വലിഞ്ഞു കയറി. ഗേറ്റ് തുറന്ന ഉടനെ വരുന്നവർ കാണാതെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനായിരുന്നു പ്ലാൻ. അതുപോലെ തന്നെ ഗേറ്റ് തുറന്ന് ആരൊക്കെയോ വരുന്നത് കണ്ട് അവർ അല്പം മാറിയപ്പോൾ താഴേക്ക് ചാടി വേഗം പുറത്തേക്ക് ഓടിയതാണ്. പക്ഷെ പണി പാളി. ദേ നിൽക്കുന്ന കുറെ എണ്ണം മുന്നിൽ. ഗാഥ അവരെ ഓരോരുത്തരെയും മാറി മാറി നോക്കി. തളർച്ച കാരണം അവൾ കാൽമുട്ടിൽ കൈകൾ താങ്ങി കുനിഞ്ഞു നിന്നു. അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി. ആ അവസ്ഥയിലും അവൾ തല പതിയെ ഉയർത്തി രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ എന്ന് തിരഞ്ഞു. എന്നാൽ അവൾക്ക് പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ലായിരുന്നു. ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് അവൾ നിന്നു. അവൾക്ക് പ്രതീക്ഷ പാടെ നഷ്ടപ്പെട്ടിരുന്നു.